സാറേ ഒരു പരാതി. ബഹുമാനപ്പെട്ട പീഡനം, ഭീഷണി, പട്ടിണി, ഓൾഡ് ഏജ് ഹോം, പരാതി പരിഹാരം, ഇതൊക്കെ ശരിയാണോ? ശരിയാണ് സാർ. ആഹാ. എന്താ സാർ വിളിപ്പിച്ചേ? അമ്മാവനൊന്ന് പുറത്തേക്ക് ഇരിക്കും, ഞാൻ ഇവരോടൊന്ന് ചോദിക്കട്ടെ. ഇരിക്കും. പരാതി ഇവിടെ സാറോട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇരിക്കൂ. ജനിപ്പിച്ച തന്തയിലാണ് റാസ്കൽ. കുറച്ചൊക്കെ മാന്യമര്യാദ പെരുമാറിക്കൂടെ? പൈസക്കാരുടെ അയാളെവിടെ പോകണം? മാതൃക മാതൃക. സോറി പേടിക്കണ്ട, ഇത് സാറിന്റെ പഴയ സ്വഭാവം. ഇരുന്നോളൂ. വേണ്ട സാർ, നിന്നോളാം. ഇരിക്കത്. പറ മക്കളെ, എന്താ നിങ്ങളുടെ പ്രശ്നം? ആ അമ്മാവൻ പറഞ്ഞത് സത്യമാണോ? എന്താന്ന് വെച്ചാ തുറന്നു പറ. സാറ് വെറും തങ്കപ്പെട്ട മനുഷ്യനാ. പറ. സാറേ വാപ്പയ്ക്ക് കുറച്ച് ചോറ് എടുക്കണതോ കിടക്ക ഇടം കൊടുക്കണതോ നോക്കുന്നൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പിന്നെ അങ്ങനെ വിഷമാണ്, നല്ല എൻഡോസൾഫാൻ വിഷം. സാറിനറിയാമോ, ഒരു സീരിയലോ സിനിമയോ കാണാൻ സമ്മതിക്കില്ല. TV ഓൺ ചെയ്താൽ അപ്പ വരും, ഇത് മുഴുവൻ അവിഹിതമാണ്, കുടുംബകലഹം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അതങ്ങ് ഓഫ് ചെയ്യും. പിന്നെ സാറേ കുട്ടികൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ചുറ്റും കിടന്ന് കറങ്ങും. രാത്രിയും പകലും ഒക്കെ ചോദിക്കുമ്പോ പറയും പിള്ളേർ വഴിതെറ്റി പോകും. എന്റെ അമ്മായിയപ്പന്റെ അതേ പ്രകൃതം. പിന്നെ പുതിയ തരത്തിലുള്ള ഒരു ചെരുപ്പോ ഡ്രസ്സോ ഒന്നും ഇടാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ കാര്യം പോട്ടെ, ഹൈ ഹീൽഡ് ചെരുപ്പിട്ടതിന് അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറുടെ ഭാര്യയെ കുന്തക്കാലിന്ന് വിളിച്ചു. എന്ത് കുന്തക്കാലിന്ന്? ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് കുറച്ചു നേരം വർത്താനം പറയാനായിട്ട് അടുത്ത വീട്ടിലെ പെണ്ണുങ്ങള് എന്റെ വീട്ടിലേക്ക് വരും. അവര് വന്ന ഉടനെ കണ്ടവന്റെ കുറ്റം പറയാതെ എണീറ്റ് വീട്ടിൽ പൊടിയെന്നും പറഞ്ഞ് അവരെയൊക്കെ ഓടിച്ചു. ഇപ്പൊ ആരും ഞങ്ങളുടെ വീട്ടിൽ വരാറില്ല. അതുകൊണ്ട് എന്താ ഒരു കാര്യവും ഞാൻ അറിയാറുമില്ല. സാറ് പറ, കിളവന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് കിളവനെ കൊണ്ടുവന്ന് വല്ല അഗതി മന്ദിരത്തിലാക്കാന്ന് വിചാരിച്ചത്. കാശ് വാങ്ങാൻ സാരമില്ല, ശല്യം സാറ്. അതിന് സമ്മതിക്കില്ല. ഇനിയിപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? സാർ തന്നെ പറ. ന്യായം മുഴുവൻ ഇവരുടെ ഭാഗത്താണ് സാറേ. അത് ശരിയാ. പാവം എന്തെല്ലാം അനുഭവിച്ചു ഈ ചെറുപ്രായത്തില്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ എന്നാലും ഇങ്ങനൊരു പരാതി തന്ന സ്ഥിതിക്ക് സംഗതി പ്രശ്നമാണ് സാർ. ഇമാതിരി കളവന്മാരെ സംരക്ഷിക്കാനായിട്ടേ സീനിയർ സിറ്റിസൺ ആക്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാർ കുറെ ആക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കിയില്ലെങ്കിലേ നല്ല ശിക്ഷ കിട്ടും, തടവും കിട്ടും. സാർ എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് രക്ഷിക്കണം. നിങ്ങളുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇതിനേക്കാളും വിഷമുള്ള ഒരു മുതല് എന്റെ വീട്ടിലുണ്ട്. സാറേ കേട്ടെടുത്തോളം ഇവര് പാവങ്ങളാ. സാർ എങ്ങനെയെങ്കിലും ഇവരൊന്ന് സഹായിക്കും സാറേ. സാറേ ഞങ്ങള് എന്ത് വേണമെങ്കിലും ചെയ്യാം. പാവങ്ങളാ സാറേ, ഞാൻ പറഞ്ഞില്ലേ, നല്ല മനസ്സുകാരാ, നല്ല ആൾക്കാരാ. അത് ചെയ്യാം. അങ്ങനെ ആവട്ടെ. നാളെ ആ കിളവനോട് വരാൻ പറ. നല്ല ആൾക്കാരാ സാറേ. അവർ പറഞ്ഞു കേട്ടില്ലേ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്. എന്നിട്ട് എവരെയാണ് ആ കിളവൻ കുറ്റം പറയുന്നത്? അവനെ